കൊടുങ്ങല്ലൂർ നഗരസഭയിലെ തകർന്ന റോഡുകൾ ചൂണ്ടിക്കാട്ടി ബി.ജെ.പി. പ്രതിഷേധം. റോഡുകളുടെ ദുരവസ്ഥ പരിഹരിക്കാൻ ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാറുകളിൽ സുതാര്യത ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബി.ജെ.പി. സമരം സംഘടിപ്പിച്ചത്. കൊടുങ്ങല്ലൂർ നഗരസഭാ പരിധിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ മൂലം ജനങ്ങൾ കടുത്ത യാത്രാ ദുരിതം അനുഭവിക്കുകയാണെന്ന് ബി.ജെ.പി. ആരോപിച്ചു. വിഷയം മുനിസിപ്പൽ കൗൺസിലിൽ ഉന്നയിച്ചിട്ടും സമഗ്ര ചർച്ച നടത്താതെയാണ് ചെയർപേഴ്സൺ കൗൺസിൽ അവസാനിപ്പിച്ചതെന്നും ഇത് ജനാധിപത്യത്തോടുള്ള അവഹേളനമാണെന്നും ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞു. റോഡുകളുടെ ദുരവസ്ഥ ചർച്ച ചെയ്യാൻ അടിയന്തര പ്രത്യേക കൗൺസിൽ വിളിച്ചു ചേർത്ത് സമയബന്ധിതമായ അറ്റകുറ്റപ്പണികളും പുനർനിർമ്മാണ നടപടികളും പ്രഖ്യാപിക്കണമെന്ന് ബി.ജെ.പി. ആവശ്യപ്പെട്ടു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഡ്രഡ്ജിംഗ്, ഭൂമി നികത്തൽ, റോഡ് നിർമ്മാണ കരാറുകൾ എന്നിവയിൽ പൊതുജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട കമ്പനികളുടെ പ്രവർത്തനങ്ങളും കരാർ വിവരങ്ങളും പൂർണ്ണമായും സുതാര്യമായി പുറത്തുവിടണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. പുതിയ ഭരണസമിതി അധികാരത്തിൽ കൊടുങ്ങല്ലൂർ ജനതയ്ക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ അവർ നൽകേണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് തകർന്നടിഞ്ഞിട്ടുള്ള മുഴുവൻ റോഡുകളും ടൈലിട്ട് വൃത്തിയാക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുമെന്ന് പറയുണ്ടായിരുന്നു. അതിനോട് ബന്ധപ്പെട്ട് നമുക്കറിയാം, കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലിൽ കഴിഞ്ഞ 6 മാസമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കൗൺസിലർമാർ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് യാതൊരുവിധ പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലുള്ള യാതൊരു സമര പരിപാടികളും നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടായില്ല. കാരണം അവരെ വാഗ്ദാനം നടപ്പിലാക്കാനായിട്ട് ഈ 6 മാസത്തിനുള്ളിൽ എന്താണ് അവർ ചെയ്യുക എന്നുള്ള വീക്ഷിക്കുകയായിരുന്നു ഞങ്ങൾ. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ, കരാർ രേഖകൾ, പ്രവൃത്തി ഉത്തരവുകൾ, നിയമാനുസൃത അനുമതികൾ എന്നിവ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നും ക്രമക്കേടുകളോ അഴിമതിയുമായി ബന്ധപ്പെട്ട പരാതികളോ ഉണ്ടെങ്കിൽ സ്വതന്ത്ര അന്വേഷണം നടത്തി ഉത്തരവാദികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ബി.ജെ.പി. ആവശ്യപ്പെട്ടു. ടി.എസ്. സജീവന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ രശ്മി ബാബു, പ്രജീഷ് ചെള്ളിയിൽ, രേഖ സൽപ്രകാശ്, ടി.എസ്. അംജിത്, കെ.ആർ. വിദ്യാസാഗർ, ഇ.ആർ. ജിതേഷ്, കെ.എസ്. ശിവറാം എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.